ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നോൺ വെജിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് 1/2 കിലോ ചെമ്മീനാണ് ഇപ്പോൾ എടുത്തേക്കണത്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് 2 കൂടി ഇട്ടിട്ട് വേവിച്ചൊന്ന് വെച്ചേക്കണതാണ്. അപ്പോൾ ചെമ്മീൻ്റെ വേവ് എല്ലാം കഴിഞ്ഞ് പിന്നെ ബാക്കി നമുക്ക് ഇനി റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരം അടുപ്പത്തിട്ടാൽ മതിയാവും. പിന്നെ അതിലൊക്കെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കണം. എന്നിട്ടത് നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ചെമ്മീനിൽ നമ്മൾ സവാള ചേർക്കുകയാണെങ്കിൽ അതിനൊരു മധുരിപ്പ് വരും. അപ്പോൾ ചില ഐറ്റംസിൽ നമ്മൾ ചെറിയുള്ളി തന്നെ ചേർത്ത് കറി വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് പാനിലിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൊരിഞ്ഞാൽ മതിയാവും, കൂടുതൽ ബ്രൗൺ നിറമാക്കരുത്. അപ്പം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം മുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കണം, എന്നാലാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ചെമ്മീനിൽ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വേവിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ചെമ്മീനിൽ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആവുള്ളൂ. അപ്പം നോൺ വെജ് ഐറ്റംസിൽ എനിക്ക് ഏറെക്കുറെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ചെമ്മീൻ. ഇറച്ചിയേക്കാളൊക്കെ ഇഷ്ടം ഇതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നോയമ്പൊക്കെ കഴിഞ്ഞ കാരണം ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കറിയൊക്കെയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റണ ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം ഇത്. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെമ്മീനൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാനായാലും നല്ല അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും കുറേ നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ള വീഡിയോ ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.